തമിഴ്നാട് മാർത്താണ്ഡം എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പ്രകൃതി രമണീയമായ ചിതറാൽ മലൈക്കോയിലിൻ്റെ അടുത്ത് നമുക്കെത്താനാകും. ഇത് വളരെ പുരാതനമായ ഒരു ഗുഹാക്ഷേത്രമാണ്. ജൈന ഗുഹാക്ഷേത്രം. ഇവിടെ പ്രവേശനത്തിനുള്ള ചില നിബന്ധനകളും മറ്റും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയ ടിക്കറ്റ് ചാർജും ഈടാക്കുന്നുണ്ട്. വളരെ മനോഹരമായി കല്ലുകൾ പാകിയ ഒരു വഴിയിലൂടെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലേ നമുക്ക് ഇവിടെ എത്തിച്ചേരാനാകുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. മലയുടെ മുകളിൽ കയറി നിന്നാൽ ചുറ്റുമുള്ള പ്രദേശത്തെ വളരെ ഭംഗിയായി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വിഷ്വൽ ചിത്രീകരിക്കുന്നത് പാഷനാണെങ്കിൽ നല്ലൊരു ക്യാമറ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയിലുള്ള ഈ മനോഹരമായ സ്ഥലത്തേക്ക് നമുക്ക് യാത്ര പോകാനാകും. നല്ല ചിത്രങ്ങൾ, വീഡിയോസ് പകർത്താനാകും. പച്ചപ്പും മലയും പാറക്കൂട്ടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശം. നല്ല കാറ്റുമുണ്ട്. കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ തേടി നമ്മൾ ഇടുക്കിയിലും മീശപ്പുലിമല പോലുള്ള സ്ഥലങ്ങളുമൊക്കെ പോകാറുണ്ടല്ലോ. ഇവിടെ വന്നു നിന്നപ്പോഴും എനിക്ക് അത്തരമൊരു പ്രകൃതിയുടെ ഒരു സൗന്ദര്യത്തെയാണ് ആസ്വദിക്കാനായത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലത്ത് കേരള, തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് അടുത്ത് പോകാൻ ഏറ്റവും നല്ല സ്ഥലം ഏത് എന്ന്. മിക്കപ്പോഴും യാത്രകൾ അപ്രതീക്ഷിതമായി ചെയ്യാറുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വരുമെന്ന് വിചാരിച്ചു കൂടിയില്ല. അവിചാരിതമായി വന്ന ഈ സ്ഥലത്ത് ഞാൻ ഈ സൂം ചെയ്യുന്നത് എൻ്റെ ഐഫോൺ ഉപയോഗിച്ചാണ്. മനോഹരമായ വിഷ്വൽസ് എനിക്ക് ഗോപ്രോ തന്നിട്ടുണ്ട്. കാഴ്ചകൾ അനന്തമാണ്. വിശാലമായ പ്രപഞ്ചത്തിലേക്ക് എപ്പോഴും നമ്മുടെ കാഴ്ചകളെ അഴിച്ചുവിടുമ്പോൾ മനസ്സെന്ന മായാജാലത്തെ കൂടി നാം തുറന്നുവിട്ടതുപോലെ ഒരനുഭവം. പൊതുവെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സമ്പ്രദായങ്ങളിലാണ് മിക്കവാറും ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ആ വിശ്വാസത്തോടെ എനിക്കൊരു ഐക്യദാർഢ്യമുണ്ട്. അത് മതമേതായാലും വിശ്വാസത്തോടുള്ള ഐക്യദാർഢ്യം പ്രകൃതിയെ സംരക്ഷിക്കുന്നതാകയാൽ, അല്ലെങ്കിൽ ജീവസമൂഹത്തെ സംരക്ഷിക്കുന്നതാകയാൽ ഞാൻ അതിനോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അല്ലെങ്കിൽ ഈ അമ്പലം ഇവിടെ ഇല്ല എങ്കിൽ, ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയില്ല എങ്കിൽ ആൾക്കാർ ഈ വലിയ പാറക്കൂട്ടങ്ങളെ കോറിക്കാട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഇതെത്ര വശ്യമാണ്, എത്ര മനോഹരമാണ്. ഇത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ നിത്യപൂജകൾ ഇല്ല എന്നറിയുന്നു. നിത്യപൂജകൾ എന്നല്ല, പൂജയേ ഇല്ല എന്നറിയുന്നുണ്ട്. ഇവിടുത്തെ ബിംബങ്ങൾ ജൈനമതവുമായി ബന്ധപ്പെട്ട ഒരു ബിംബം മധ്യത്തിലായിട്ടുണ്ട്. ജൈനൻ. പിന്നെ ഭഗവതിയും നാഗമ്മാൾ എന്ന് പറഞ്ഞു. ഒപ്പം ഗണപതിയും ഉണ്ട് എന്ന് ഇവിടേക്ക് നമുക്ക് കടന്നു വരാൻ നേരത്തെ ടിക്കറ്റ് തന്ന അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ നമുക്ക് നിന്നുള്ള കാഴ്ചയ്ക്കപ്പുറം ഇതിൻ്റെ ഒരു പഠനക്കുറിപ്പ് തയ്യാറാക്കൽ എന്നത് എൻ്റെ പദ്ധതിയിൽ ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പഠന സമ്പ്രദായത്തെ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. വിക്കിപീഡിയയിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ കിട്ടുന്ന പ്രാഥമികമായ ഒരറിവുണ്ട് ചിതറാൽ ജൈനക്ഷേത്രത്തെക്കുറിച്ച്, ചിതറാൽ മലൈക്കോയിലിനെക്കുറിച്ച്. അത് ഞാനും നോക്കിയുണ്ടായി. ഒരുപക്ഷേ ധാരാളം ആൾക്കാർ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാനൊന്നുമല്ല. ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവണം.
ഇതിൻ്റെ വീഡിയോ പകർത്തിയിട്ടുണ്ടാവണം. അവരവരുടെ ചാനലുകളെ ഈ വീഡിയോ, അവരെടുത്ത വീഡിയോ അതിനെ സമ്പന്നമാക്കിയിട്ടും ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടേക്കുള്ള എൻ്റെ യാത്ര തികച്ചും തനിച്ചായിരുന്നു. എൻ്റെ കാറിൽ. ഞാൻ വന്ന വഴി കേരളത്തിൽ നിന്നാകയാൽ കീഴാറൂർ, കാട്ടാക്കട നിന്ന് കീഴാറൂർ റൂട്ടിൽ അമ്പലത്തിൻകാല, പിന്നെ ഒറ്റശേഖരമംഗലം വെള്ളറട വന്നിട്ട് ചിതറാൽ വരികയുണ്ടായി. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളാണ്. ആ വഴികളിലൂടെ യാത്ര ചെയ്യുക എന്നതിനപ്പുറം ഈ ലക്ഷ്യമായിരുന്നു എന്നെ നയിച്ചത്. അതുകൊണ്ട് തന്നെ വന്ന വഴി മറക്കുകയും ചെയ്തു. ഞാൻ അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നു എന്ന് വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ ഒരൊറ്റ വാക്കിൽ ഇറങ്ങിപ്പോകുന്ന ആളല്ല. ഇവിടെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട ഒരു ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കണ്ടു. എനിക്കൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഇവിടെ ഒരു ബോധിവൃക്ഷം ഉണ്ട്, ആൽമരമുണ്ട്. ആൽമരത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. അത് വെറും വാക്കല്ല, ശാസ്ത്രീയമായ സവിശേഷതകൾ എന്ന് വേണമെങ്കിൽ പറയുക തന്നെ ചെയ്യാം. അത് ഈ അമ്പലത്തിൻ്റെ സമീപത്ത് ഏറ്റവും വലിയൊരു പ്രദേശമാകെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഈ പാറ, ഇതൊരു പാറയല്ല, രണ്ട് കുന്നിൻ്റെ മുകളിലായി കാണുന്ന രണ്ട് വലിയ പാറയ്ക്കിടയിലാണ് ഈ അമ്പലം പണിഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ ഗൂഗിളിലൂടെ വായിച്ച അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ എത്ര പടവുകളുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു പഠനക്കുറിപ്പ് തയ്യാറാക്കൽ എന്ന രീതിയിലല്ല എൻ്റെ വീഡിയോ. അതിലൂടെ, ആ യാത്രയിലൂടെ കിട്ടുന്ന ഒരു ആസ്വാദനം എന്നതിലപ്പുറം യാത്രകളിൽ നിന്ന് ലഭിക്കുന്ന സായുജ്യം എന്നൊന്നും ഞാനൊന്നിനെക്കുറിച്ചും പറയാറില്ല, പർവ്വതീകരിച്ചൊന്നും പറയാറില്ല. കണ്ടതുപോലെ പറഞ്ഞു വയ്ക്കുന്ന ഒരു സമ്പ്രദായമാണത്. ഇവിടെ നിന്നുള്ള ആ ബോധിവൃക്ഷത്തിൻ്റെ കാഴ്ച ഇപ്രകാരമാണ്. ഇവിടെ വട്ടെഴുത്തിൽ, ശിലാഫലകത്തിൽ എന്തോ എഴുതി വച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തു നിന്ന് എടുത്തു നോക്കിയാലും ഈ ശിലാക്ഷേത്രം, ഈ ഗുഹാക്ഷേത്രം വശ്യമാണ്, മനോഹരമാണ്. പ്രകൃതിയോട് താളാത്മകമായി ചേർന്ന് നിൽക്കുന്ന ഒരു അസ്തിത്വം ഇതിന് ഉണ്ട് താനും. പ്രപഞ്ചം ആരാധനയ്ക്ക് വേണ്ടി കൈകൂപ്പി നിൽക്കുന്നത് സർഗാത്മകമായ മനുഷ്യൻ്റെ ഇടപെടലുകൾ പ്രകൃതിയിൽ ഉണ്ടാകുമ്പോൾ ആണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഏതായാലും മതം ഏതായാലും പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതിയെ കൂടുതൽ മനോഹരമാക്കുന്ന കാഴ്ചകളെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന ഏത് വിശ്വാസത്തോടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് സ്നേഹമാണ്, അടുപ്പമാണ്. ഇതിൻ്റെ മുമ്പിൽ ഒരു താലി പോലെ മനോഹരമായ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്നുള്ള കാഴ്ചയിലാണ് അമ്പലത്തിൻ്റെ മുൻവശം ഇത്ര മനോഹരമായി എനിക്ക് ചിത്രീകരിക്കാൻ ആയത്. സാധാരണ നിലയിൽ യാത്രകൾ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നാം ഒന്നിലധികം ആൾക്കാരുമായിട്ടായിരിക്കും പോകാറല്ലേ. ആ ഒരു കമ്പനി ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് ആരും കരുതണ്ട. ഇവിടെ കാറ്റിനെ എനിക്ക് സമ്മാനിച്ച പ്രകൃതിയും അമ്പലത്തിൻ്റെ നിശബ്ദമായ ഒരു സ്വാധീനവും എല്ലാം കൊണ്ട് മനസ്സ് സമ്പന്നമായി ഞാൻ ആരോടൊപ്പമോ ആണ് എന്ന ഒരു തോന്നലും എനിക്കുണ്ടായി. ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന തോന്നലുകൾ കിട്ടുന്നതിലേക്കെന്തും ഞാൻ ഓടിയെത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്പലത്തിലേക്ക്, ഈ കാഴ്ചകളിലേക്ക് ഞാൻ വന്നത്. അമ്പലമോ പള്ളിയോ അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. പകരം താളാത്മകമായ പ്രകൃതി സൗന്ദര്യത്തെ കാണാനും അറിയാനും കിട്ടുന്ന അവസരങ്ങളെ ഞാൻ അറിയുന്നു എന്നതാണ്, അതറിയിക്കുന്നു എന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്തിനെന്ന് പറഞ്ഞാൽ, ഇതുവഴി ഒരു വഴിയുണ്ട്. കണ്ടോ, രണ്ട് കുന്നുകളുടെ ഇടയിലൂടെ പോകുന്ന, രണ്ട് വലിയ പാറകൾക്കിടയിലൂടെ പോകുന്ന ഈ വഴി. ഇത് ആ ജൈനക്ഷേത്രത്തിലെ കൊത്തുപണികൾ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. കൊത്തുപണി, റിലീഫ് വർക്കുകളൊക്കെ വളരെ നറേറ്റീവാണ്, കാണാൻ മനോഹരവുമാണ്. അതുകൊണ്ട്
പോകുന്ന സ്ഥലത്തെ കാഴ്ചകൾ ഒന്നും തന്നെ മിസ്സാകരുത് എന്ന് എനിക്ക് നിർബന്ധമാണ്. ഒരു വട്ടം വന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോയെങ്കിൽ ഒന്നുകൂടി വന്ന് ആ സ്ഥലം കാണണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എനിക്ക് മനസ്സിനോട് പ്രിയം മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ചുവരിലാണ് ഏറ്റവും കൂടുതൽ കൊത്തുപണികൾ ഉള്ളത്. എനിക്കിതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല. ഈ കാഴ്ചകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് പോയ എൻ്റെ പ്രിയ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരികൾ ഒക്കെ ഈ കാഴ്ചകളെ പകർത്തിയിട്ട് ഉണ്ടാവും ഒരുപക്ഷെ. അങ്ങനെ പോയിട്ടുള്ളവർ നിങ്ങൾ എടുത്ത വീഡിയോ ലിങ്ക് ഷെയർ ചെയ്താൽ ഞാനത് കാണും. നിങ്ങൾ പറയുന്നത് എന്താണ് എന്നറിയുന്നതിന് എനിക്ക് ആകാംക്ഷയുണ്ട്. ഒരു പാരസ്പര്യത്തിൻ്റെ ഇടപെടലുകൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകട്ടെ. അറിവ്, ഇൻഫർമേഷൻസ് ഇവയൊക്കെ കാതലായ വിജ്ഞാന സ്പർശമാണ്. അവ ഷെയർ ചെയ്യുന്നിടത്തോളം കാലം അതിന് ഈ തണലുപോലെ ഒരു പടർന്നു പന്തലിച്ച അവസ്ഥ സംജാതമാകുന്നു. ഒരിക്കൽ കൂടി ഞാൻ എന്തിനീ പടവുകൾ കയറുന്നു എന്ന് ചോദിച്ചാൽ കാണാത്ത ഒരു വിഷ്വൽ കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ ചെന്നിട്ട് വലത്തേക്കുള്ള അമ്പലത്തിൻ്റെ വഴിയിലേക്ക് പോകാതെ നമുക്ക് ഇടതുവശത്തു കൂടി, അതായത് ഈ ഭാഗത്തു നിന്ന് റൈറ്റ് പോകുന്നതാണ് അമ്പലത്തിലേക്കുള്ള വഴി. അവിടെ നിന്ന് ലെഫ്റ്റിലുള്ള ചെറിയ പടവുകൾ കൊത്തിയുണ്ടാക്കിയ ഈ പാറ അതിൻ്റെ മുകളിലേക്ക് നടന്നു കയറിയാൽ കാണുന്ന കാഴ്ച എന്തെന്നറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തിരികെ വന്നത്. ഇതൊരു ഗുഹാക്ഷേത്രമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള മകുടം പാറയുടെ മുകളിൽ ഒരു പ്രത്യേക നിർമ്മിതിയായി ചെയ്തിരിക്കുന്നതായി എനിക്ക് തോന്നി. ശരിയാണോ എന്നറിയില്ല. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്, തോന്നുന്നത്. ഇവിടെ നിന്ന് ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം കാണാം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ഏറെ പ്രധാനം. ചുറ്റുമുള്ള ഒരു പ്രദേശത്തിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ഇവിടെ നിന്നാൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, തമിഴ്നാട് കേരള ബോർഡറിലെ മനോഹരമായ പ്രദേശങ്ങളിൽ നമുക്ക് ഈ സ്ഥലത്തിന് നല്ല ഒരു മാർക്ക് കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ഏകാന്തമായ ഒരു ഭംഗി ആസ്വദിക്കാൻ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ എളുപ്പമാണ്. അതിൽ ഏറ്റവും ഈസിയായി എനിക്ക് തോന്നുന്നത് മാർത്താണ്ഡത്തിന് ചുറ്റുവട്ടം താമസിക്കുന്നവർക്ക് ഡയറക്റ്റായിട്ട് വരാൻ 5 കിലോമീറ്ററേ ഉള്ളൂ എന്നുള്ളതാണ്. നന്ദി.